അത്യാവശ്യം ഭക്ഷണപ്രിയരായിട്ടുള്ളവർക്ക് ബിഗ് ബോസ് എന്ന 100 ദിവസത്തെ യാത്ര ഒരു കഠിനമായ യാത്ര തന്നെയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും അതിപ്പോ വീട്ടിലത്തെ ആണെങ്കിലും വെളിയിലത്തെ ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ മിസ്സാവും അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ഇന്നത്തെ സ്പോൺസേർഡ് ടാസ്കിന്റെ ഭാഗമായിട്ട് ഫിഷ് ഫ്രൈ വറക്കണമായിരുന്നു. അപ്പോൾ ടാസ്ക് ഒക്കെ അവസാനിച്ച് ടാസ്കിലെ വിജയിയെ പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയത്ത് ഫ്ലെക്സിന്റെ ബാക്കിൽ നിന്ന് ഒരാൾ ഒരു പീസ് ഫിഷ് ഫ്രൈ അടിച്ചോണ്ടിരിക്കുകയാണ്. ടാസ്ക് അവസാനിച്ചിട്ടില്ല, അതിന് മുമ്പേ അവിടെ പോയിരുന്ന് കഴിക്കുവാണ് സിബിന. വന്നു കയറിയിട്ട് ഒരാഴ്ച ആയുള്ളൂ, പക്ഷെ ഇപ്പോഴേ പുള്ളിയുടെ ആ ഒരു രുചികളെല്ലാം മിസ്സായി തുടങ്ങി എന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായത്. ആ ഒരു കഴിപ്പ് കാണണമായിരുന്നു. അപമാനിക്കാനായിട്ട് ബിഗ് ബോസ് അത് പ്രത്യേകം എടുത്ത് സൂം ചെയ്ത് കാണിക്കുകയും ചെയ്തു ലൈവില്. അത് മിക്കവാറും എപ്പിസോഡിലും കാണിക്കും. കൊതി സഹിക്ക വയ്യാതെ ആ പാവം മനുഷ്യൻ ഒരു പീസും എടുത്തോണ്ട് ഫ്ലെക്സിന്റെ ബാക്കിൽ പോയി ഇരുന്നതാണ്. അവിടെ സൗകര്യം കൊടുക്കുകയല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ചെയ്യാനാ? വലിയ മുതലാളി ആളൊരു സംഭവം തന്നെ. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. ഇത് നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട. ഒരു രസകരമായ ഒരു സംഭവം ലൈവില് കണ്ടപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. എന്തായാലും സിബിൻ കൊള്ളാം.